MP അതുപോലെ ജോസ് കെ മാണി, സന്തോഷ് കുമാർ 3 പേരുണ്ട്. അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ഇന്ന് രാവിലെയും ഇന്നലെയും സിസ്റ്റേഴ്സിനെ കണ്ടിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ ഇവിടെ അവരുടെ അപ്പച്ചനെയും അമ്മച്ചിയും കണ്ടപ്പോൾ അവർ സിസ്റ്റേഴ്സും ആ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ ഈ NIA കോടതിയിൽ നിന്ന് ജയിലിലേക്കൊരു 3-3.5 മണിക്കൂർ യാത്രയുടെ ദൂരമുണ്ട്. അപ്പോൾ വിധി അവിടെ എത്തേണ്ടതുണ്ട്. ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 8:30 വരെ വെയിറ്റ് ചെയ്യാം എന്നാണ്. സാധാരണ 5 മണിയാണെങ്കിലും 8:30 വരെ വെയിറ്റ് ചെയ്യാമെന്നുള്ള സമീപനത്തിലേക്ക് ഉണ്ടെന്നാണ് ബ്രിട്ടാസ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും പുറകിലുണ്ട്. 9 ദിവസം ചെയ്യാത്ത കുറ്റത്തിന് അകത്ത് കിടക്കേണ്ടി വന്നു. ഒന്ന് നമ്മുടെ നാട്ടിൽ പോലെയല്ല. അവിടെ മതപരിവർത്തന നിരോധന നിയമം ശരിക്കും ഭരണഘടനയ്ക്ക് നിരക്കാത്ത രൂപത്തിൽ ഒരു നിയമം നിലനിൽക്കുന്നു. ആ നിയമം ഇപ്പോൾ വന്നിട്ട് BJP ഗവൺമെൻറ് സമയത്ത് വന്നു, കോൺഗ്രസ് ഗവൺമെൻറ് സമയത്ത് തുടർന്നു, ഇപ്പോൾ വീണ്ടും ആ നിയമം തുടരുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ പാർലമെൻറ്റ് 2019 2008 NIA നിയമം വരുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക്, മനുഷ്യക്കടത്ത് കൂടി ഇതിനകത്ത് NIAയുടെ ഭാഗമായി ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൂടി വച്ചിട്ടാണ് ഇവരെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നാളെ ഒരാൾ എവിടെയെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, റെയിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, അവരുടെ വീട്ടിലേക്ക് ഒരു മെയ്ഡിനെയോ മറ്റോ കൊണ്ടുപോകാൻ നിൽക്കുന്നു. അപ്പോൾ ഒരു സംശയത്തിൽ ആർക്കെതിരെ ഇത് വരാം. ഇവിടെ പ്രത്യേകത അവരുടെ വസ്ത്രം അവരെ തിരിച്ചറിയുന്നതിനൊരു അടയാളമായി. അവർ കന്യാസ്ത്രീമാരാണ്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു വകുപ്പ് ചുമത്തുന്ന രൂപത്തിലേക്ക് വന്നു. ഇപ്പം നാം കാണേണ്ടത് അങ്ങനെ ഒരു പ്രശ്നത്തിൽ നാളെ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും മുൻപിലേക്ക് വരാവുന്ന മട്ടിൽ 9 ദിവസത്തെ ജയിൽവാസം തീർത്ത അപരിചിതമായൊരു സാഹചര്യത്തിൽ കന്യാസ്ത്രീമാരായവർക്കും അവരോടൊപ്പം തന്നെ 3 ആദിവാസികൾക്കും കഴിയേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കുന്ന ഈ രാജ്യത്തിന് തന്നെ അപമാനകരമായ സംഗതിയാണ്.